കൊല്ലം മുതുപിലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ ഭക്തജന സമിതിക്ക് ചരിത്ര വിജയം. സിപിഎം കോൺഗ്രസ് സഖ്യത്തെ തോൽപ്പിച്ച് 27 സീറ്റും നേടി ഭക്തജന സമിതി വിജയിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ പൂക്കളം നീക്കം ചെയ്യാൻ പരാതി നൽകിയ ഭരണസമിതിയാണ് പരാജയപ്പെട്ടത്. ക്ഷേത്രത്തിലെ ഓപ്പറേഷൻ സിന്ദൂർ പൂക്കള വിവാദം ജനം TV പുറത്തുവിട്ടിരുന്നു. മുൻപ് ക്ഷേത്രങ്ങളിൽ കാവിക്കൊടി കെട്ടാൻ പാടില്ലെന്ന് കാട്ടി കേരളത്തിൽ ആദ്യമായി ഹൈക്കോടതിയെ സമീപിച്ചതും ഇതേ സമിതിയായിരുന്നു. എം മനോജ് ചേരുന്നു വിവരങ്ങളുമായി. മനോജ്, എന്തായാലും കൊല്ലം മുതുപിലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ ഭക്തജന സമിതിക്ക് ചരിത്ര വിജയം എന്നുള്ളത് നമ്മളിപ്പോൾ വായിച്ച റിപ്പോർട്ട് പോലെ തന്നെ പല കാര്യങ്ങളിലും ഭക്തജനങ്ങൾക്കെതിരായി നിന്ന ആ സമിതിക്കെതിരെ നേടുന്നൊരു വിജയം എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? ാണ് ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ നിന്നും ഇടതു വലതു സഖ്യങ്ങളെ തൂത്തെറിയുന്ന, അതായത് ഭക്തജനങ്ങൾ അവിടെ നിന്നും തുടച്ചു നീക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കൊല്ലം മുതുപിലാക്കാട് ഈ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ കാണുന്നത്. അതായത് കഴിഞ്ഞ കുറച്ചു കാലമായി തന്നെ ഈ ഇടതു വലതു സഖ്യം അവിടെ ഇത്തരത്തിൽ വിശ്വാസങ്ങൾക്കെതിരെയും അതോടൊപ്പം തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള പൂക്കളത്തിനെതിരെയും ഒക്കെ വലിയ തരത്തിലൊരു നീക്കങ്ങൾ നടത്തിയിരുന്നു. അത് നമ്മൾ പുറത്തുവിട്ടതുമാണ്. അതായത് തിരുവോണ ദിവസം ക്ഷേത്രത്തിന് മുൻപിൽ അവിടെയുള്ള യുവാക്കൾ ചേർന്ന് ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള ഒരു പൂക്കളം ഇട്ടിരുന്നു. അന്ന് രാജ്യം കണ്ട ഏറ്റവും വലിയ ക്രൂരത, അതായത് പാകിസ്ഥാന്റെ നിർദ്ദേശപ്രകാരം തീവ്രവാദികൾ ചേർന്ന് ഭാരതീയരെ കൊലപ്പെടുത്തിയതിന് നൽകിയ തിരിച്ചടിയെ അതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അന്ന് അവിടെയുള്ള യുവാക്കൾ ചേർന്ന് ആ ഒരു പൂക്കളം ഇട്ടത്. എന്നാൽ അതിനെ എതിർത്തുകൊണ്ട് അതിനെതിരെ പരാതി നൽകിക്കൊണ്ട് കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നീങ്ങിയ ഒരു ഭരണസമിതിയാണ് പിന്നീട് നടന്ന ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നത്. അതായത് 27 സീറ്റിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി തന്നെ ഇതിന്റെ ഫലപ്രഖ്യാപനം ഉണ്ടാകുന്നു. അതിലാണ് ഈ ഭക്തജന സമിതിയിൽ നിന്നും 27 പേരും പൂർണ്ണമായും വിജയിച്ചത്. എന്തായാലും ഭക്തജനങ്ങൾ അത് തിരിച്ചറിഞ്ഞു തുടങ്ങി എന്ന് തന്നെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ കാവിക്കൊടി കെട്ടാൻ പാടില്ല എന്നുള്ള ആവശ്യവുമായി ആദ്യം കോടതിയെ സമീപിക്കുന്നതും ഇവിടെ ഉണ്ടായിരുന്ന ഭരണസമിതിയാണ്. അത്തരത്തിൽ ഈ CPM കോൺഗ്രസ് സഖ്യമായിരുന്നു ഈ ക്ഷേത്രം ഭരിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും നിലവിലിപ്പോൾ ഭക്തജനങ്ങൾ തന്നെ ആ ഒരു ഭരണസമിതിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. ശരി, മനോജാണ് വിവരങ്ങൾ നൽകിയത്.